അല്ല കച്ചവടം പൂട്ടിയല്ലോ. ഇപ്പോൾ പാളയം മാർക്കറ്റിൽ നിന്നൊക്കെ പിരിവെടുത്ത് കൊണ്ടുവന്നവർക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടം. പല പാർട്ടി ഓഫീസുകളും പ്രവർത്തിക്കുന്ന കോർപ്പറേഷൻ ബിൽഡിങ്ങിലാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഞങ്ങളുടെ ഇടപെടലുകൾ ശക്തമാകും. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് എനർജി അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് വിടാനുള്ള ഒരു പരിപാടിയാണ്. അതൊന്നും നടക്കില്ല. ഞങ്ങൾ ശക്തമായിട്ട് എടുത്ത തീരുമാനങ്ങളുമായിട്ട് പോകും. ബഹുമാനപ്പെട്ട കോടതിയുടെ ഒരു ഉത്തരവ് വന്നാൽ അത് എത്രയും പെട്ടെന്ന് തന്നെ പാലിക്കുക എന്നുള്ളതാണ്. അതിന് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് നടത്തി. പിന്നെ പ്രതിപക്ഷം പല കാര്യങ്ങളും പറയുന്നുണ്ട്. അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളാണ്. അക്കാര്യങ്ങൾ ഞങ്ങൾ ബഹുമാനിക്കുന്നു. പക്ഷേ അതിന് വസ്തുതയില്ല. വസ്തുതയില്ല. ഒന്നൊരു വസ്തുത. ഇത്രയും വർഷം ഭരണത്തിലിരുന്ന ആൾക്കാരാണ് ഈ CPM, LDF. അപ്പോൾ അവരുടെ ഭരണം അവർക്ക് പോയതിലുള്ള പകപോക്കലാണോ ഈ എല്ലാ കാര്യത്തിലും ഇങ്ങനെ പ്രതിഷേധവും ഒക്കെ ആയിട്ട് വരുന്നത്? അല്ല, പല കച്ചവടവും പൂട്ടിയല്ലോ. ഇപ്പോൾ പാളയം മാർക്കറ്റിൽ നിന്നൊക്കെ പിരിവെടുത്ത് കൊണ്ടുവന്നവർക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടം. പല പാർട്ടി ഓഫീസുകളും പ്രവർത്തിക്കുന്ന കോർപ്പറേഷൻ ബിൽഡിങ്ങിലാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഞങ്ങളുടെ ഇടപെടലുകൾ ശക്തമാകും. ആ ഇടപെടൽ ശക്തമാക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും വിയോജിപ്പുകളുണ്ടാവും, അലോസരങ്ങളുണ്ടാവും. അതൊന്നും മുഖവിലേക്കെടുക്കും. കാരണം ജനങ്ങളെ ഏൽപ്പിച്ച അധികാരം ശക്തമായിട്ട് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുക എന്നുള്ളത്. അതിനുവേണ്ടി കോർപ്പറേഷനിൽ വരണം, പ്രവർത്തിക്കണം. അപ്പം മേയറുടെ റൂമിൽ വരാൻ പാടില്ല, കയറാൻ പാടില്ല, കസേരയിട്ട് അതിൻ്റെ മുമ്പിൽ ഇരിക്കുമെന്നൊക്കെ പറയുമ്പോഴേക്കും അതിനെങ്ങനെ അംഗീകരിച്ചുകൊണ്ടാണ്. പല ദൈവങ്ങളുടെ പേരിലും സത്യപ്രതിജ്ഞ ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഒരു ആസൂത്രിതമായിട്ടൊരു അറ്റാക്ക് ഈ BJP ഭരിക്കുന്ന ഈ ഒരു കോർപ്പറേഷനിലേക്ക് മാത്രം? മറ്റുള്ള വിഷയങ്ങളൊന്നും ഉന്നയിക്കാനില്ല. ഈ ഭരണസമിതിക്കെതിരെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉന്നയിക്കാനില്ല. മാത്രമല്ല ഭരണസമിതി വളരെ വേഗത്തിൽ കാര്യങ്ങൾ തീരുമാനമെടുത്ത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഭരിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമല്ലേ കുത്തിപ്പൊക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് എനർജി അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് വിടാനുള്ള ഒരു പരിപാടിയാണ്. അതൊന്നും നടക്കില്ല. ഞങ്ങൾ ശക്തമായിട്ട് എടുത്ത തീരുമാനങ്ങളുമായിട്ട് പോകും.